Hello. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടാവും വേറെ 4 മുഖങ്ങൾ എവിടെയെന്ന്. 4 പേര് ഇവിടെ ഇല്ല. ചേച്ചി വെക്കേഷനായിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചിനെ ഞങ്ങൾ ഈ വേളയിൽ മിസ് ചെയ്യുന്നു. ചേച്ചി ഇവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ല, ചേച്ചിക്ക് എന്തായാലും ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ പോയിരിക്കുന്നതാണ്. അവിടെ പിന്നെ നാത്തും വന്നിട്ടുണ്ട്. അവരെല്ലാരും അടിച്ചു പൊളിക്കുകയാണെന്ന് പറഞ്ഞോടാ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ സാന്ദ്രയുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും വരുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോ വിചാരിക്കായിരുന്നു എന്ത് ചെയ്യും, ക്രിസ്മസ് ആയിട്ട് രസമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോയി. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയുള്ളൂ. അവിടെ അച്ഛനമ്മയും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാം. ഒരു നേരം എന്താ പറയാ, പുറത്തുനിന്ന് ഒരു ക്രിസ്മസ് ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. കുറെ ക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. എണീറ്റപ്പോ തന്നെ ലേറ്റ് ആയി പോയി. അത് വേറെ കാര്യം. ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിരുന്നു. ചേച്ചിനും ചേട്ടനൊക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ അവരില്ലാണ്ട് പോകുമ്പോ രസം ഉണ്ടാവില്ലല്ലോ. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നില്ല വെക്കേഷനായിട്ട്. നമ്മള് വേറെ എവിടെ പോയി കഴിച്ചല്ലേ ഇതേപോലെ. അവിടെ അന്ന് ചേട്ടനില്ല. നമ്മുടെ വീഡിയോസിൽ പലരും കമന്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലേ കാണാനായിട്ടൊരു വൈബുള്ളൂ. അത് ശരിയാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് ചെറുതായിട്ടൊന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു. കുഞ്ഞാവുണ്ട്. കുഞ്ഞാവിടെ പോയിട്ടുണ്ടോ മാസ് എൻട്രി ഇന്റർവെൽ ആവുമ്പോൾ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ മാറ്റണം അല്ലേ? അതെ, മാറ്റാം. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടോ, റെഡും വൈറ്റും നോക്കിയിട്ട്. ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പിന്നെന്താ, ചെക്കന്മാരൊക്കെ ഏകദേശം ഉറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റായിരിക്കുകയാണ്. കാരണം ഈ ഒരു സമയത്താണ് ഉറക്കം. സാധാരണ ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് ഉറക്കാനിരിക്കുക. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി കയറുമ്പോൾ എന്തായാലും ഫ്ലാറ്റ് ആയിക്കോളും. ഓടിച്ചിട്ട് പിടിച്ചോ. കിട്ടിയേ. ഇവർക്ക് ഷൂ ഇടിച്ചു കൊടുത്താലും ചെരുപ്പ് ഇടിച്ചെടുത്താലും കുറച്ചു നേരത്തേക്ക് മാത്രം ഇട്ടാ. എന്നിട്ട് പിന്നെ തുടങ്ങുമ്പോൾ ഊരി കൊടുക്കാൻ പറഞ്ഞിട്ടാ. എന്നിട്ട് വെറുതെ ചെരുപ്പിലാണ് നടന്നോളും. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ ഗാരുടെ എയർ കംപ്രഷൻ ലെഗ് മസാജർ. ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ താഴ്വശത്തായിട്ടാണ് എയർ ഹോസ് കണക്ട് ചെയ്യാനും അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഹോൾ വരുന്നത്. നമുക്ക് ഈ റാപ്പ് വന്നിട്ട് അഴിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ എയർ ഹോസ് വരുന്നത്. റാപ്പുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ലെഗിന്റെ ആണെന്ന് അറിയാൻ അതുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കാല് അത്ര ടൈറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഫീലും വേണം. കാരണം എയർ ടൈറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വേദന എടുക്കരുതല്ല. ഇത് ഫുള്ള് നിർത്തി കഴിയുമ്പോൾ ഓവറോൾ ഉള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ 2 കാലിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇനി മെയിൻ യൂണിറ്റിലേക്ക് ഈ എയർ ഹോസ് കണക്ട് ചെയ്യലാണ്. അപ്പോൾ ഈ എയർ ഹോസിൻ്റെ മോൾ വശത്തേക്കായിട്ട് അപ്പ് ഇരിക്കുന്നുണ്ട്, യു പി ഇരിക്കുന്ന ആ ഭാഗത്താണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇനി അഡാപ്റ്ററിൻ്റെ ഇത് സോക്കറ്റും കണക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. പവർ ബട്ടൻ്റെ താഴെയായിട്ട് നമുക്ക് മോഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള ബട്ടൺസ് ആണുള്ളത്. M1, M2, M3 എന്ന് പറയുന്ന 3 മോഡുകളുണ്ട്. M1 എന്ന് പറയുന്നത് സീക്വൻസ് മോഡും, M2 എന്ന് പറയുന്നത് സർക്കുലേഷൻ മോഡും, M3 എന്ന് പറയുന്നത് ഹോൾ മോഡും ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് പ്രഷർ കൺട്രോൾ ബട്ടൺ ഉണ്ട്. മിനിമം, മീഡിയം, മാക്സിമം ഈ 3 മോഡാണ് അതിനുള്ളത്. നമുക്ക് ഇങ്ങനെ കാല് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ വെരിക്കോസ് വെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കംപ്ലീറ്റ് പ്രഷറും കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. ഒരു അടിപൊളി റീഫ്രഷിങ് ആവുമെന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗാരോ എയർ കംപ്രഷൻ ലെഗ് മസാജർ എങ്ങനെയുണ്ട്? സംഭവം കിഡ് ഐറ്റം തന്നെയാണ്. കാരണം ഇവിടെ എല്ലാവരും ഉപയോഗിച്ച്, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇപ്പോൾ കീത്തു ആണെങ്കിൽ ഇപ്പം ഞാനടക്കം ഉപയോഗിച്ച് നോക്കിയിട്ട് സംഭവം അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാലും കാര്യങ്ങളും എന്താ പറയുക, നമുക്കൊന്ന് മസാജ് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ ഹെൽപ്പ് വേണ്ടേ. ഇതാകുമ്പോൾ സുഖമായിട്ട് നമ്മുടെ കാലുമ്പോൾ ടൈറ്റ് ചെയ്യുക, എവിടെ കിടക്കണമെങ്കിൽ കിടക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാണ്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഒരു 20 മിനിറ്റ്സ് അടിപൊളി റീഫ്രഷ് ആയിട്ട് നമ്മുടെ കാല് കുട്ടപ്പനാകുന്ന പറഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും മസാജിന് ചെയ്ത് കിട്ടുമ്പോൾ. നമ്മുടെ മസിൽസിനൊക്കെ ഒരു എക്സ്ട്രാ ഒരു എനർജി കിട്ടുന്നതായിരിക്കും. ബ്ലഡ് പ്രഷറൊക്കെ അടിപൊളിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ അടിപൊളിയായിരിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.
അപ്പോൾ ഇതുപോലുള്ള മസാജറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ലെഗ് മസാജർ എന്നാന്നല്ല വേറെ ഏതെങ്കിലും മസാജേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. എൻ്റെ യൂസ്ഫുൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നമ്മൾക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലട്ടോ ഇങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന്. ഫുഡ് അടിക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു കട, ഒരു ആംബിയൻസ് ഉള്ളൊരു കടയിൽ കയറണമെന്നുള്ളൂ. അപ്പോൾ ചെറായിലേക്ക് പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ സൈഡിൽ വല്ല ബീച്ച് ഫെസ്റ്റിവൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിഖിൽ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരു കട പറഞ്ഞു, ഒരു ശിവേട്ടൻ്റെ കട എന്നിട്ടൊരു കട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തോ ആവട്ടെ, അതല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് വേറെയും കുറേ കടകളുണ്ടാവില്ലേ, ഏതെങ്കിലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ 2 ചെക്കന്മാർ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കക്ഷീണം തീരും. നമ്മൾ ഉറങ്ങാണ്ട് വെച്ച് നിന്നിട്ടുണ്ടെങ്കിലും വീണ്ടും അവിടെ എത്താറാകുമ്പോൾ ഉറങ്ങിയാൽ പിന്നെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മുനമ്പം ബീച്ച്. ഇതിനപ്പുറത്തായിട്ടാണ് അഴീക്കോട് ബീച്ച് കേട്ടോ. അപ്പം നമ്മൾ ചെറായിലേക്ക് അധികം വരാറില്ല, അഴീക്കോടിക്കാണ് പോവാറ്. അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ട് പോയിരുന്നു. ഇപ്പോൾ പിള്ളേരായി പിന്നെ ബീച്ച് ഫെസ്റ്റിവലിനൊക്കെ പോക്ക് കുറവാണ്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഇവിടെ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തിലൊന്നും ഒന്നും പോയിട്ടില്ല. പക്ഷേ വീട്ടിലുള്ള എല്ലാവർക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഒന്നാമത് നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ കാറും കൊണ്ട് പോകുമ്പോൾ ഇത് ഇടാൻ പറ്റില്ല, എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് കുറേ ദൂരമൊക്കെ നടക്കേണ്ടി വരും. പിന്നെ നമ്മുടെ കൂടെയുള്ള ചെക്കന്മാരാണെങ്കിൽ നല്ല വാശിക്കുട്ടന്മാരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെ ഒരു അവസ്ഥ എന്താണ്. നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പരിപാടി കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് തിരക്കിനിടയിൽ കൂടെ നമ്മൾ പോണത്. അപ്പോൾ ഇവർ വാശിയാരും തിരിച്ചു പോരാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അതേ നമ്മൾ ചെറായിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശിവേട്ടൻ്റെ കട എന്നുള്ളൊരു സ്പോട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണെങ്കിലും ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്ക്, ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ക്രിസ്മസിന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഊണാണെന്നാട്ടെ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇതേപോലെ നമുക്ക് ഇട ഉണ്ടാവില്ല ഇരിക്കാനായിട്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം എന്ന് പറഞ്ഞപ്പോൾ വളരെ കുറച്ച് നേരം എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുപാട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ടേബിളിന് അടുത്ത് നമ്മൾ സ്ഥലം പിടിച്ചത്. കാരണം അവരെ ഇരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ ടേബിളിലും ആൾക്കാരുണ്ട്. അതായത് പകുതിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി സീ ഫുഡ് ഉണ്ട്. കക്ക, ഞണ്ട്, മീൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. കാളാഞ്ചി മറ്റേ ഇലയിലൊക്കെ വെച്ച് പൊരിച്ചത്, അങ്ങനെ എന്താ പറയുക, സീ ഫുഡ് പ്രേമികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ അടുത്ത് തന്നെ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു മീനിൻ്റെ ഒക്കെ, അതൊക്കെ കാണിച്ച് പിള്ളേർക്ക് കൊടുത്തു. പിള്ളേർക്കാണെങ്കിൽ നല്ല വിശന്നിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ് കണ്ടപ്പോൾ ഐസ്ക്രീം എന്നിട്ടുള്ള വാശി. അങ്ങനെ ഫൈനലി നമ്മൾ ഇരുന്നൂട്ടാണ്, നമുക്കൊരു സ്ഥലം കിട്ടി. ഞങ്ങളിവിടെ വന്നപ്പോൾ 2:15 സമയം. ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ 5 പേർക്കും ഊണാണ് പറഞ്ഞത്. പിന്നെ സ്പെഷ്യലായിട്ട് ചെമ്മീനും പറഞ്ഞു, ബീഫും പറഞ്ഞു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കറികളായിരുന്നു. പരിപ്പ്, ചമ്മന്തിയും പിന്നെ വേറൊരു അച്ചാർ, 2 തരം അച്ചാർ, പിന്നെ മീൻ കൂട്ടാൻ, സാമ്പാറൊക്കെ ആയിട്ട് ഊണ് ഒന്നും മോശം പറയാനില്ല, നൈസായിരുന്നു. പക്ഷേ ഇതേപോലെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആഘോഷവേളകളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ മോരൊക്കെ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള മോരായിരുന്നു. ചുമ്മാ വെള്ളം ഒഴിച്ചുള്ള മോരൊന്നും ആയിരുന്നില്ല കേട്ടോ, കറക്റ്റ് പക്ക മോര് തന്നെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം, അതൊക്കെ കഴിച്ചു, നല്ലതായിരുന്നു. എന്നാലും വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. കാരണം ആ ഒരു സമയമായപ്പോഴേക്കും വിശന്നും മരിച്ചു എന്ന് തന്നെ പറയാം. പിള്ളേരായാലും നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഒരു ദിവസത്തിൻ്റെ എന്താ പറയുക 3/4 ഭാഗം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അടുത്തത് എന്നുള്ളൊരു സംഭവമാണ്. എന്തായാലും ബീച്ച് സൈഡ് അല്ല, ബീച്ചിലേക്ക് ഒന്നും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബീച്ച് ഫെസ്റ്റിവൽ കാണാനായിട്ട് നിൽക്കാനായിട്ട് നമ്മളെല്ലാവരും ഇല്ലല്ലോ, ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒന്നും ഇല്ല. അതുകൊണ്ട് അത് കാണാൻ നിൽക്കാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ അടുത്തുള്ള ബീച്ചിലേക്ക് നമ്മളെ ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ഏരിയ നോക്കിയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ബീച്ചിലേക്ക് നടക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ബീച്ചിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അച്ഛൻ എപ്പോഴും പറയും അഴീക്കോട് ബീച്ചിൽ പോകണം, പിള്ളേരായിട്ട് നടക്കണം, കപ്പലിൽ നിന്ന് നടക്കണം എന്നൊക്കെ പറയും. ബീച്ച് ഫെസ്റ്റിവലിന് പോകുന്നുണ്ട് അച്ഛൻ കുറച്ച് ദിവസമായി. പറഞ്ഞ പോലെ ചേച്ചി അവിടെ ഞങ്ങളിവിടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും സിങ്ക് ആയിട്ടില്ല. ഇപ്പം എന്തായാലും 31-ാം തീയതി വരെ ഉണ്ടല്ലോ, അവർ ഞായറാഴ്ച തിരിച്ചു എത്തും. അപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞതിൻ്റെ ഇടയിലായിട്ട് എന്തായാലും പോകണം. പിന്നെ അവസാനം
സംക്രാന്തിക്ക് ആകുമ്പോഴും ന്യൂ ഇയർ പരിപാടികളൊക്കെ ആയിട്ട് ഒന്നും കൂടിയും തിരക്കായിരിക്കും. അതാണ് സംഭവം. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പോയത് കണ്ട് നമ്മുടെ മോഹം കൂടി തീർക്കണം. ചെലപ്പോ ഇങ്ങനെ മറ്റേ പ്രശ്നേശി പറയണ മാതിരി സിറിഞ്ചെങ്ങാനുണ്ടെങ്കിലോ അല്ലേ? അത് വിടില്ല ഞാൻ കാണിച്ചു പോകും കാണിച്ചു. നല്ല വെയിലുണ്ട് തോന്നുമെങ്കിലും വെയിലിന് അത്ര ചൂടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റി. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഈ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാന്താണ്. അപ്പം പിന്നെ വലിയ തിരകൾ ഉണ്ടായിരുന്നില്ല. കുറച്ച് ശാന്തമായിരുന്നു കടൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് നിൽക്കാം. ചില സമയങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തിരമാലകൾ വരുമ്പോൾ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല ബാലൻസ് ചെയ്തിട്ട്. നമ്മുടെ പാറമോളയും കാശുകുട്ടനും മിസ് ചെയ്യുന്നുണ്ട്. കാശുകുട്ടനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇതേപോലെ അഡ്വെഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പങ്കെടുക്കാനും കാണാനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആഗ്രഹമുള്ള കുട്ടി. ഇവിടെ ഇപ്പോൾ അതേ ചേട്ടനും അനിയനും കൂടിയിട്ട് നല്ല കളിയിലാണ്. ഓടിക്കളിക്കുകയാണ്. മുകളിലേക്ക് വരും, താഴത്തേക്ക് ചിരിച്ചുകൊണ്ടിറങ്ങി വരും. പിന്നെ അച്ചാച്ചനപ്പോൾ എടുത്തുകൊണ്ട് പോയി കാലൊക്കെ നനച്ചെടുക്കും. ഇതേപോലെ വലിയ തിര വരാണെങ്കിൽ അവിടെ വന്ന്, അതായത് ഇവരെല്ലാം സ്വന്തമായി നിൽക്കുമ്പോൾ വന്ന് കാൽമ തിര വന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ്. അതിനൊരു ചിരി ഒരു പ്രത്യേകതയാണ്. അതിനൊരു എപ്പൊക്കെ ചിരിക്കുന്ന നന്നായിട്ട് അറിയാം. അതായത് നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ അവൻ ചിരിച്ചും മയക്കി കളയും നമ്മൾ. അടുത്തത് ഫോട്ടോ സെക്ഷനായിട്ട്. ബീച്ചിലൊക്കെ വരുമ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മേനെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഇതുവരെയായിട്ട് ഞാൻ അച്ഛന് അയച്ചു കൊടുത്തിട്ടില്ല, അത് വേറെ കാര്യം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വെച്ച് കുറേ ഫോട്ടോസും എൻ്റെ നീൽച്ചേൻ്റെയും പിള്ളേരൊക്കെ ആയിട്ട് എടുത്തതാണ്. പക്ഷേങ്കിൽ ഫോട്ടോ അന്നത്തെ ദിവസമൊന്നും പോസ്റ്റ് ചെയ്യില്ല. അതങ്ങനെയാണ്. നമ്മുടെ ഗാലറി നിറച്ച് നമ്മുടെ മക്കളെയും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇടും നമ്മൾ. പക്ഷെ അതൊന്നും എന്താ പറയുക സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ ഇടാനായിട്ട് നമ്മൾ മറക്കുക. നമ്മൾ ഗാലറിയിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കും. രണ്ട് കയ്യിലില്ലല്ലോ, ഒരു കയ്യിലുള്ളൂ. ഞാൻ പിടിച്ചേ വാ. ഞാൻ പോണ്ടല്ലോ. വാ അല്ലൂസേ ബായ്. അതച്ഛതേ വാങ്ങി തന്നിട്ട് വേറെ വാങ്ങിച്ചതാ. വേറെ അവിടെ വാങ്ങിച്ചത് ഇവരെ സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ അവിടുന്ന് പോന്നപ്പോൾ ഞങ്ങൾക്ക് നൈസായിട്ട് ഒരു ബ്ലോക്ക് കിട്ടിയിട്ട് ആ പള്ളിയിൽ അവിടെ എത്തിയപ്പോൾ പീഡിപ്പിക്കണു. ബുള്ളറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കിയാ. അടുത്ത സൈഡ് നോക്കിട്ടാ. ആ സൈഡ് നോക്ക്. സൈഡ് പോട്ടെ അടുത്ത് വയ്ക്കോ ഒതിക്കോ. പിന്നെ ഞങ്ങൾ നേരത്തെ പൊണ്ണമാരടിക്ക് പോകുമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് ഞാൻ അമ്മയും ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടാണ്. ഇവിടെ എത്തിയപ്പോൾ കടി വാങ്ങിക്കാനായിട്ട്, അതായത് ബജ്ജി പോലുള്ള എന്തെങ്കിലും കടി വാങ്ങിക്കാൻ വെച്ചത് കുഞ്ഞാവനെ പറഞ്ഞിട്ടുണ്ട്. പൊണ്ണന്മാർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചായ വെച്ച് നമുക്ക് കുടിക്കാമല്ലോ. രണ്ടുപേരും അത്യാവശ്യം നല്ല ഉറക്കത്തിലാണ് കുട്ടന്മാർ. നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബജ്ജി കടയാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങണത്. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് നേരം ബീച്ചിൽ അങ്ങോട്ട് പോയി. അത്ര തന്നെ. ഫുഡ് കഴിക്കാനാണ് ഈ ദിവസത്തിൻ്റെ ഒരു പകുതി ഫുള്ള് പോയത്. അതായത് ഞങ്ങളൊരു 3:30 എന്നുള്ളതാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. എന്താ അല്ലേ, ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ നേരത്തെ പോകണം, എന്നാലേ നമുക്ക് സീറ്റും കിട്ടുള്ളൂ, ഫുഡും കിട്ടില്ല. ഫുഡ് കിട്ടി തന്നെ ഭാഗ്യണ്ട. ചോറൊക്കെ കഴിഞ്ഞു തുടങ്ങി നമ്മുടെ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ആൾക്കാരെ വിളിക്കേണ്ട കയറ്റണ്ട, ഇരുത്തിയിട്ട് പിന്നെ ഫുഡ് കൊടുക്കാതെ എന്നാൽ മോശമല്ലേ.
അപ്പോഴേക്കും അമ്മായി ചായയൊക്കെ വെച്ചുട്ടോ. ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബജ്ജിയും കൂട്ടിയിട്ട് കുടിക്കുകയാണ്. അപ്പം നന്നൂന് പറഞ്ഞു, നന്നൂന് വേറെ ബജ്ജിയും ഇതൊന്നും വേണ്ട, കപ്പലണ്ടി മതി എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കപ്പലണ്ടി എടുത്തെടുത്ത് നല്ല കുട്ടിയായിട്ട് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഓരോ മണിയും പെറുക്കി തിന്നാൻ കേട്ടോ. അതിന് വെച്ച് നമുക്ക് എന്തും ഷെയർ ചെയ്യും, പക്ഷേ അല്ലുക്കുട്ടിനെ കുറച്ച് ഷെയർ ചെയ്യാനായിട്ട് മടിയാണ്. അവനോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി കഷ്ണം ഒരു കുഞ്ഞി മണിയൊക്കെ അവൻ തരുള്ളൂ കേട്ടോ. പക്ഷേ അതിനൂസ് അങ്ങനെയല്ല. ഇന്നലെ ഞങ്ങൾ മിച്ചർ ചോദിച്ചപ്പോൾ അല്ലുക്കുട്ടിന് ഒരു പടിക്കഷ്ണം തന്നിരിക്കുന്നത്. പക്ഷെ അതിനാണെങ്കിൽ കൈ നിറച്ചു തരും കേട്ടോ. ഇത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയാണ്, ഓപ്പോസിറ്റ് അമ്മാരി വീണ്ടും ഓപ്പോസിറ്റ് ക്രിസ്ത്യൻസ് ആണ്. അവിടെ ഞാൻ ഞെട്ടിപ്പോയി, എന്തൊരു ഭംഗിയിലാന്ന് അറിയാം പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് വലിയ പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, പിന്നെ പുൽക്കൂടിലേക്കുള്ളൊക്കെ വഴിയൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മെറ്റലൊക്കെ ഇട്ട് മെറ്റലിൻ്റെ മുകളിൽ മറ്റേ കോട്ടനൊക്കെ വെച്ച്, അതായത് മഞ്ഞ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാനാണ് നിൽക്കുന്നത്. കൊച്ചായരോട് ഒന്ന് കയറണം. കൊച്ചായരോട് കുറച്ച് ദിവസമായി പോയിട്ട്, അതായത് അച്ഛൻ്റെ അനിയത്തിനോട് തന്നെയാണ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വക ചെറിയൊരു ആഘോഷ പരിപാടിയൊക്കെ ആയിരുന്നു. അത് ടീം നിറഞ്ഞ് തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.